എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നും നമ്മുടെ കൊച്ചു ബേബിയുടെ അടുത്താണ് ട്ടാ. അപ്പൊ ആളിവിടെ നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട് ട്ടാ. ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് ഞങ്ങളിന്ന് പുറത്ത് പോകാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് പുറത്ത് പോണേന്. ആൾക്ക് പോകുമ്പോ കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോ ഇത്തിരി വിഷമം ഉണ്ടായിരിക്കും. കാരണം നമ്മളിന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണല്ലേ. ഇന്ന് രണ്ടാമത്തെ വാക്സിൻ, 10ാമത്തെ ആഴ്ചയിലെ വാക്സിൻ എടുക്കാനായിട്ട്. രണ്ടാമത്തെ അല്ല, ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തത്. ആദ്യം ജനിക്കുമ്പോ തന്നെ ഒരെണ്ണം, പിന്നെ അടുത്തത്. അതെ, മൂന്നാമത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് ഇന്ന് നാനിയുടെ കൂടെയാണ് പോണത്. പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേവിടെ നമ്മുടെ ലീലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഭാവന യാത്ര അയക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ അച്ചാച്ചനും അമ്മാമ്മ അകത്തൊക്കെ ഉണ്ട്. അങ്ങനെ അതേ ഇന്നത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രത്യേകത വേറൊന്നുമല്ല, ഞാൻ ഇന്ന് നമ്മുടെ കുഞ്ഞു ബേബി ആയിട്ട് ആദ്യമായിട്ട് പുറത്ത് പോകാൻ പോണേ കേട്ടോ. ഇതുവരെ ഞാൻ ഇവന്റെ കൂടെ യാത്ര ചെയ്തിട്ടില്ല. ആസ്പത്രിയിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ റൂം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോന്ന കാരണം ഞാൻ ഇതുവരെ ഇവന്റെ കൂടെ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെയുള്ള ആദ്യത്തെ ഞങ്ങളുടെ കൊച്ചു ട്രിപ്പാണല്ലേ. ട്രിപ്പ് എന്ന് തന്നെ പറയാ. തിരിച്ചൊരുമ്പോ ഈ സന്തോഷം ഉണ്ടാവില്ല. ആരൊക്കെ കരയോന്ന് അറിയാൻ പാടില്ല. ഞാനാണെങ്കിൽ ഇതുവരെ സുധപ്പനിപ്പൊ ഒരു 15 വർഷമായില്ലേ, മറന്നേ പോയി. അപ്പൊ ഇനിയിപ്പൊ ശ്രുതി കരയോ, ശ്രുതിനെ സമാധാനിപ്പിക്കണം, ഞാൻ കരയോ. നീ ധൈര്യമൊക്കെ വിചാരിച്ചിരുന്നോളൂട്ടാ, എന്നെ നീ നോക്കിക്കോളേ. അപ്പൊ ആളാണെങ്കിൽ നല്ലതായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണേണ്. ആളിവിടെ ഉറങ്ങണേണ്. അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേണ്. അപ്പൊ എന്റെ വണ്ടിക്ക് പോകാനുള്ളൂ. പക്ഷെ വണ്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ലാസ്റ്റ് ട്രിപ്പ് ആക്കും കണ്ട. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഓട്ടോറിക്ഷക്ക് നമ്മള് റൈഡർ കണ്ണാപ്പി ആവുമല്ലോ. നമ്മള് ബാഗിലൊക്കെ തൂക്കിയിട്ട് കങ്കാര് പോലെ കൊണ്ടു നടക്കും. സുധപ്പനാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ലീവ് എടുത്താലോ എന്ന് ആലോചിക്കണായിരുന്നു. കാരണം സുധു കൊണ്ടുപോവാൻ ഞാനല്ലാതെ പിന്നെ ആരാ അവനെ കൊണ്ടുപോകാനായിട്ട്. പഠിക്കാൻ പോകാനുള്ള മടി കൊണ്ടല്ല കൊച്ചിന്. അങ്ങനെ എന്തായാലും നമ്മൾ സമയം കളയല്ല, നമുക്ക് എന്തായാലും പോയിട്ട് വരാം അല്ലേ. അപ്പൊ പോയിട്ട് വരാം. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇതുപോലെ ഫുൾ കരച്ചിലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എനിക്ക് കരച്ചിലായിട്ട് പേടിയാവിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കണതിന് മുന്നേ തന്നെ കുറെ പിള്ളേർക്ക് അറിയുമല്ലോ. എനിക്ക് ഉള്ളിൽ ആന്തല് വരും. അയ്യോ എന്ത് ചെയ്യും. ആ കുറെ കുഞ്ഞു പിള്ളേരും ഉണ്ടാവും, വലിയ പിള്ളേർ 15 വയസ്സ് വരെയുള്ള പിള്ളേരുണ്ടാവും. സുധപ്പന് എടുക്കാനുണ്ടോ ഇഞ്ചക്ഷൻ? സുധുവിന് പിന്നെ ഒക്ടോബർ ആവണം, എന്നാലല്ല അവന് വയസ്സാവുള്ളൂ. പൈസ ആവോളും വെള്ളിയും വന്ന്. അപ്പൊ ഞങ്ങൾ എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുമാവ ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷ കയറണത് കേട്ടോ. ഇതുവരെ അവൻ ഓട്ടോറിക്ഷ കയറിയിട്ടില്ല. ശ്രുതിയാണെങ്കിലും 1 വർഷത്തിന് ശേഷമാണ് ഓട്ടോറിക്ഷ കയറണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ ചെറുക്കനാണെങ്കിൽ ഉറങ്ങിയ ആൾ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ തന്നെ ദേ എഴുന്നേറ്റിട്ടുണ്ടെന്ന്. എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. വണ്ടീനെ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. എന്താണ് സംഭവം, ഇത് എവിടെയാണ് എന്നെ കൊണ്ടുപോകണേന്നൊക്കെ നോക്കിയിട്ടാ. എൻ്റെ കയ്യിലാണെങ്കിൽ നന്നായിട്ട് മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എങ്ങാനും ഞാൻ താഴെ ഇട്ടാലാന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ വാവക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ അവൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പുറത്ത് നിൽക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് സമയം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആളിങ്ങനെ നൈസായിട്ട് ഉറങ്ങിപ്പോണ്ടായിരുന്നു. കാരണം കുളിയൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുറക്കം നിർബന്ധമാണല്ലോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അവിടെ സിസ്റ്റർമാരോടൊക്കെ നന്നായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കണമായിരുന്നു കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ. അവൻ എങ്ങനെയാണ് രാത്രി ഉറങ്ങുന്നുണ്ട്, മരുന്ന് കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ ശ്രുതി ഒരേ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പെരുമ്പടന്നാന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോയത്. ഇതിന് മുമ്പും അവരിവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ഹെൽത്തിലെ ചേച്ചിയാണെങ്കിലും ഭയങ്കര നല്ല നല്ല ചേച്ചിമാരും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ നിൽക്കണമായിരുന്നു. ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങിയേട്ടാ. ക്ഷീണമായി. ഇനിയിപ്പോൾ കാലിനൊക്കെ വേദന ഉണ്ടാവില്ല. 1 ഇഞ്ചക്ഷനാണ് കേട്ടോ എടുത്തത്. ഇനി അടുത്ത പ്രാവശ്യം 3 ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3 ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആൾ ഉറങ്ങിയേട്ടാ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വേഗം തന്നെ പോയി കഴിഞ്ഞ് ഇനി വൈകുന്നേരം എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വളരെ നൈസായിട്ട് ഉറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രുതിയോട്, നീ പോയി ഭക്ഷണം കഴിച്ചോ, കഴിച്ച് വന്നതിന് ശേഷം ഞാൻ
അതുവരെ ഞാൻ നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ മരുന്നൊക്കെ കൊടുത്തു ഞങ്ങൾ ഈ സമയം കൊണ്ടിട്ടാണ്. മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം നാളെ ഉറങ്ങിയത്. പിന്നെ ലീലും ഉണ്ടായിരുന്നു. ലീലിനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നിരുന്നു. അപ്പോൾ അവൾ വേഗം കഴിക്കാൻ പോയേക്കായിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് വാവക്ക് പാലും കൊടുത്ത് അമ്മയും കുഞ്ഞും കൂടി കിടന്ന് ഉറങ്ങിക്കൊള്ളാനൊക്കെ പറഞ്ഞിട്ട് ഞാനും അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനും ഇപ്പോൾ തന്നെ തിരിച്ചു പോരും കേട്ടോ. കാരണം സുനിച്ചേട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ ഉച്ചിരിഞ്ഞ് ചേട്ടൻ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നേരം നിൽക്കണില്ല. ഇനിയിപ്പോൾ നാളെ അടുത്ത ദിവസങ്ങളിലൊക്കെ പോവാമല്ലോ. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് കള്ളുറക്കം കഴിഞ്ഞ് ഇങ്ങനെ ആൾ എഴുന്നേക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഇടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉറങ്ങും. അങ്ങനെ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കുറച്ച് ഇതായിരിക്കുള്ളൂ. കാലനക്കുമ്പോഴൊക്കെ വേദന എടുക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കണമായിരുന്നു സുധപ്പൻ്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണമായിരുന്നിട്ട്. കുഞ്ഞിലെ സുധപ്പൻ്റെ ഒരേ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.